നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 2 റോസമ്മ കൂട്ടുപ്രതിയോ. നമുക്കറിയാം ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ ഒരു സൈക്കോ ക്രിമിനൽ ആണ് എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. 6 വർഷത്തെ ഇടവേളകളിൽ അയാൾ 4ഓളം സ്ത്രീകളെ അപായപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. 4 സ്ത്രീകൾ കാണാമറയത്താണ്. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല. അവരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പക്ഷേ അത് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ജയനമ്മയുടേതെന്ന് കരുതുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് വിശദമായ പരിശോധനയ്ക്ക് DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. മറ്റ് കാണാതായ സ്ത്രീകളെ സംബന്ധിച്ചും അന്വേഷണം നടന്നു വരികയാണ്. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി ഒരു ദിവസം കൂടി നീട്ടിക്കിട്ടിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. പക്ഷേ ഒരു ഫലവുമില്ല. യാതൊരു തരത്തിലും സെബാസ്റ്റ്യൻ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നത് അന്വേഷണ സംഘത്തെ കുടുക്കുകയാണ്, വലയ്ക്കുകയാണ്. അവരുടെ ഇപ്പോഴുള്ള നീക്കം എന്ന് പറയുന്നത് സെബാസ്റ്റ്യനോട് അടുപ്പമുള്ള ആളുകൾ, അവരിൽ നിന്ന് മാക്സിമം വിവരങ്ങൾ തേടുക, ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാധ്യമാകുന്ന തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ തേടുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള ഇപ്പോഴത്തെ വഴി. അവർ അത് പ്രയോജനപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ പുറത്തു കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മ എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ആ സ്ത്രീയെ ശരണ്യ സ്നേഹജൻ കാണുകയും അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. സെബാസ്റ്റ്യനെ അറിയാമെന്നതും ഐഷയെ അറിയാമെന്നതും ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നതും അവരെ കാണാതായതിനു ശേഷവും അവരുടെ ഫോണിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് തുടങ്ങിയ നിരവധി തുറന്നു പറച്ചിലുകൾ റോസമ്മ നടത്തി. അതിനെ തുടർന്ന് റോസമ്മയുടെ വീട്ടിൽ പിന്നീട് പരിശോധനകളും മറ്റും നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന വരെ റോസമ്മയുടെ വീട്ടിൽ നടന്നു. അപ്പോൾ റോസമ്മയ്ക്ക് സെബാസ്റ്റ്യനുമായി നല്ല അടുത്ത ബന്ധമുണ്ട് എന്നത് ഇതുവരെ പുറത്തു വന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തു വരികയാണ്. റോസമ്മയെ അറിയുന്ന, സെബാസ്റ്റ്യനെ അറിയുന്ന, ഇരുവരെയും അറിയുന്ന മറ്റൊരു വ്യക്തി കൂടി ഈ രംഗത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ വ്യക്തി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സെബാസ്റ്റ്യനുമായി 2023 വരെ റോസമ്മയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതാണ്. നോക്കൂ, വളരെ വർഷങ്ങൾക്ക് മുൻപ് ബന്ധമുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ ഐഷയുടെ തിരോധാനത്തിന് ശേഷം അത് അവസാനിച്ചു എന്നതായിരുന്നു റോസമ്മ ന്യൂസ് 18നോട് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ എന്നത് വ്യക്തമാവുകയാണ്. റോസമ്മയെ സംശയ നിഴലിൽ നിർത്തുന്ന പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റോസമ്മ പറയുന്നത് കള്ളമാണെന്ന് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ റോസമ്മ ഇതുവരെ പറഞ്ഞതിൽ ചില പിശകുകൾ ഉണ്ട്, അല്ലെങ്കിൽ പൊരുത്തപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് നമുക്കുണ്ടായിട്ടുള്ള സംശയം. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിനും റോസമ്മയെക്കുറിച്ച് അത്തരം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ചില പരിശോധനകൾ അവിടെ നടന്നു. പക്ഷേ നൌഷാദ് തുറന്നു പറയുമ്പോൾ അത് സെബാസ്റ്റ്യനുമായും റോസമ്മയുമായും അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. അങ്ങനെ അടുത്ത ബന്ധമുള്ള ഒരാൾ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ സംശയത്തിന്റെ നിഴലിലാവുകയാണ് റോസമ്മ. റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റ്യന്റെ സാന്നിധ്യം 2023 വരെ ഉണ്ടായിരുന്നു എന്ന് നൌഷാദ് ഉറപ്പിക്കുമ്പോൾ അവിടെ റോസമ്മ സംശയ നിഴലിലാകുന്നു. കാരണം ന്യൂസ് 18നോട് തന്നെ റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ തെറ്റെന്ന് വരികയാണ്. നൌഷാദിന്റെ വാക്കുകൾ കേൾക്കാം. റോസമ്മ പറയുന്ന ഒരു 100-90% കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയാറുള്ളത്. റോസമ്മ ആദ്യമേ സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറഞ്ഞു, അത് വരാറില്ല എന്ന് പറഞ്ഞു. ഐഷയാണ് ഈ സെബാസ്റ്റ്യനെ റോസമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞു. ഐഷേനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവർക്ക് അങ്ങനെ വരാറുണ്ടായിരുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ആളാണ്. നമ്മുടെ വീടുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നതാണ്. ഈ ഐഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ 2-3 ദിവസമൊന്നും അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. ആങ്ങളയുടെ വീട്ടിലാണ് ഐഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവർ റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത്. അപ്പോൾ റോസമ്മയ്ക്കെതിരെ കടുത്ത ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ നൌഷാദ് ഉന്നയിക്കുന്നത്. റോസമ്മ സെബാസ്റ്റ്യനുമായി 2023 വരെ ബന്ധമുണ്ടായിരുന്നു എന്നത് ഉറപ്പിക്കുന്നു. മറ്റൊരു സംശയം, ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് റോസമ്മ ഡയറക്റ്റായി ഇൻവോൾവ് ആയിട്ടുള്ളത്. ഐഷ റോസമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു, റോസമ്മയ്ക്ക് ഒരു സഹായിയായിരുന്നു എന്നൊക്കെ റോസമ്മ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ
ആയിഷയുടെ പേരിലുണ്ടായിരുന്ന വസ്തു പിന്നീട് കൈമാറി. ആ കൈമാറ്റത്തിന് റോസമ്മയുടെ സഹായം സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ കൈമാറ്റത്തിലൂടെ സാമ്പത്തിക നേട്ടം റോസമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു ആരോപണം കൂടി നൌഷാദ് പറയുകയാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ ഈ കാണാതായ സ്ത്രീകളുമായി ബന്ധപ്പെട്ടെല്ലാം സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ അദ്ദേഹം ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി തട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കേസുകൾ തിരിമറി നടത്താനും തെളിവുകൾ നശിപ്പിക്കാനും ഒപ്പം തന്നെ മറ്റ് സമ്പാദ്യമായിട്ടുമൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ സാമ്പത്തിക ഇടപാടിൽ കൂടി റോസമ്മയ്ക്ക് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം നൌഷാദ് ഉന്നയിക്കുകയാണ്. 2 തവണ ആ ഭൂമി കൈമാറിയിട്ടുണ്ടെന്നും ഈ ആയിഷയുടെ മക്കളിൽ നിന്ന് പോലും സാമ്പത്തിക നേട്ടം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ആ വസ്തുവിൽ ഇടപാടുകളിൽ ഇവർ സാമ്പത്തികമായി ലാഭമുണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് നൌഷാദ് പറയുന്നത്. ഐഷ മേടിച്ചിരിക്കുന്ന ഈ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷയുടെ പേരിലല്ലായിരുന്നു. മൂത്ത മകൻ മജീദ് എന്ന് പറയുന്ന ആളുടെ പേരിലായിരുന്നു. അന്വേഷണ സംഘത്തിന് മജീദിൻ്റെ നമ്പറെല്ലാം നമ്മൾ തന്നെയാണ് സംഘടിപ്പിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മകൻ്റെ പേരിൽ കിടന്നേച്ച വസ്തു അതിൻ്റെ ആദ്യത്തെ ഇടനിലക്കാരൻ എന്ന് പറയുന്നതും ഈ റോസമ്മ തന്നെയായിരുന്നു. റോസമ്മയുടെ പുരയിടത്തിനോട് ചേർന്നാണ് ഈ വസ്തുവും കിടന്നേച്ചത്. ഐഷ എന്നല്ല, ഇവർ ഒരു മനുഷ്യനെയും അതിലൂടെ വഴി നടത്താൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഇനിയുമുണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ. ഇവർ അല്പം ക്രിമിനൽ മനോഭാവമൊക്കെ ഉള്ള ആളായിരുന്നു. അയൽക്കാരുമായി എപ്പോഴും വഴക്കായിരുന്നു. തീയിടലുമായി ബന്ധപ്പെട്ടൊക്കെ അയൽക്കാരുമായി വഴക്കിരുന്നു. വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ആരോപണങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആരോപണങ്ങൾ നൌഷാദ് പറയുന്നു. ഇനിയുള്ള ഗുരുതരമായ ആരോപണം റോസമ്മ പറഞ്ഞത് റോസമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നതാണ്. പക്ഷേ അവിടെ ജൂലി എന്ന് പറയുന്ന ഒരു യുവതിയും 7 വയസ്സുകാരനായ ഒരു മകനും ആ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ നൌഷാദ് പറയുന്നത്. അപ്പോൾ ആ യുവതി ആ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ ആരുമായും അവരെ അധികം ഇടപെടാൻ അനുവദിക്കില്ലായിരുന്നു. അവർക്ക് മാനസികമായി നല്ല ബുദ്ധിമുട്ടുണ്ടായതായി അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആ സ്ത്രീ എവിടെയെന്ന് അന്വേഷിക്കണം, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നുകൂടി നൌഷാദ് പറയുകയാണ്. അപ്പോൾ 4 സ്ത്രീകളുടെ തിരോധാനമാണ് ഇതുവരെ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ജൂലി എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടി അതിലേക്ക് വരുന്നു. അവർ ഇപ്പോൾ എവിടെ എന്ന ഒരു സംശയം കൂടി നൌഷാദ് ഉന്നയിക്കുന്നു. ഇവിടെ സെബാസ്റ്റ്യൻ വരുമായിരുന്നു. സെബാസ്റ്റ്യനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണ്, 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ. ഐഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണിനെ കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. അവർ സത്യത്തിൽ യഥാർത്ഥത്തിൽ ആ ദുരൂഹതയും കൂടി മാറേണ്ടതാണ്. റോസമ്മ പോലും ഒരു ചാനലിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആൾ താമസിച്ചിട്ടുണ്ടായിട്ട് പറയുന്നില്ല. അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. ആ സമയങ്ങളിൽ ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കുന്ന ഒരാൾ ജൂലിയുടെ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളാരും ഇവരെ നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ല. ജൂലിയെ നമ്മൾക്കറിയാവുന്നതാണ്. അതിൻ്റെ ഇടക്കാണെന്നുണ്ടെങ്കിലും ജൂലി ആകെ പള്ളിയിൽ പോവുക, തിരിച്ചു വരിക. അപ്പോഴൊരു മാനസിക നില തെറ്റിയ രൂപത്തിലാണ് ഈ ജൂലിയുടെ നടപ്പും കാര്യങ്ങളും എല്ലാം. പലപ്പോഴും റോസമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മെന്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ റോസമ്മ തന്നെ പറഞ്ഞിട്ടുള്ള അറിവ് തന്നെയാണ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ജൂലിനെ കാണാനില്ല. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ റോസമ്മയ്ക്കെതിരെ ഉന്നയിക്കുകയാണ് ഈ യുവാവ്. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുമായി ഇടപെട്ടവരെ, ഇവരുമായി പരിചയമുള്ളവരെ ഒക്കെ കണ്ടെത്തുകയും അവരുമായി കൂടുതൽ അവരിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഒരാളെ കൂടി ന്യൂസ് 18 ചൂണ്ടിക്കാണിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഏറെ കാര്യങ്ങൾ അറിയാവുന്ന നൌഷാദാണ്. എന്തായാലും അന്വേഷണ സംഘം ആ വഴിക്കും നീങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.